Hello everyone, welcome to my YouTube channel. Venice of the East, King of Backwaters എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ആലപ്പുഴയ്ക്ക് പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? അങ്ങനെ ഞങ്ങളും പോയി ആലപ്പുഴയിലെ കായലുകളിലൂടെ ഒരു ബോട്ട് റൈഡിന്. അപ്പോൾ ഞങ്ങൾ പോയ ബോട്ട് റൈഡിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളും ഞങ്ങൾ അറിഞ്ഞ വിവരങ്ങളും എല്ലാം നമുക്കൊന്ന് നോക്കിയാലോ? ആലപ്പി ബോട്ട് ജെട്ടിയിലെത്തിയാൽ നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ട്സും ഷിക്കാര ബോട്ട്സും സ്പീഡ് ബോട്ട്സും ഒക്കെ കാണാം. എങ്കിലും ഞങ്ങൾ ചൂസ് ചെയ്തത് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ട് റൈഡാണ്. കേരള ഗവൺമെൻറ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ 3 ബോട്ട് സർവീസുകൾ നമുക്ക് അവിടെ നിന്നും കിട്ടും. ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുണ്ടാവുക ഇതിലെ തന്നെ വേഗ 2നെ കുറിച്ചായിരിക്കും. എന്നാൽ വേഗ 2 കൂടാതെ കേരള ഗവൺമെൻറ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് 2 ബോട്ട് സർവീസുകൾ കൂടി അവൈലബിൾ ആണ്. ഒന്ന് സി കുട്ടനാട്, പിന്നെ ഇന്ദിര. വേഗ 2 ബോട്ടിൽ AC കമ്പാർട്ട്മെൻറ്റും നോൺ AC കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഇതിലാകെ മൊത്തം 120 സീറ്റ്സാണ് അവൈലബിൾ. 80 നോൺ ACയും 40 ACയും. മോർണിംഗ് 11-ന് ആരംഭിച്ച് ഈവനിങ് 4-ന് തിരിച്ചെത്തുന്ന യാത്ര. ഇന്ദിര ഒരു സോളാർ ക്രൂയിസ് ബോട്ടാണ്. ഡബിൾ ഡക്കർ ബോട്ട്, പുഷ് ബാക്ക് സീറ്റ് ഒക്കെയുള്ള ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ബോട്ട്. രാവിലെ 10-ന് ആരംഭിച്ച് 6-ന് തിരിച്ചെത്തുന്ന ജേണി. ഇതിലെ സി കുട്ടനാടിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. രാവിലെ 11 മണിക്ക് ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ തുടങ്ങി ഈവനിങ് 4 മണിക്ക് തിരിച്ചെത്തുന്ന ഒരു അടിപൊളി ബോട്ടിംഗ്. ഇത് ഒരു 90 സീറ്റ്സുള്ള നോൺ AC ബോട്ടാണ്. വേമ്പനാട്ട് കായലിലൂടെ ഒരുപാട് ഹൗസ് ബോട്ട്സ് ഒക്കെ കണ്ട് ആരംഭിച്ച യാത്ര പിന്നീട് ചെന്നെത്തിയത് വെള്ളം കളിക്ക് ഫേമസ് ആയ നമ്മുടെ സ്വന്തം പുന്നമട കായലിലേക്കാണ്. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് വെള്ളം കളിയുടെ ഫിനിഷിംഗ് പോയിൻറ്റും നെഹ്റു പവിലിയൻ, നമ്മുടെ മിനിസ്റ്റേഴ്സും സെലിബ്രിറ്റീസും എല്ലാം വെള്ളംകളി കാണാനിരിക്കുന്ന സ്റ്റേഡിയം, അവിടെ തന്നെയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാച്യു, വെള്ളം കളിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനായി സാധിക്കും. പിന്നീട് പുന്നമട കായലിൽ നിന്ന് നേരെ നമ്മൾ പാതിരാമണൽ ഐലാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഒരു 30 മിനിറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഐലൻഡിൻ്റെ പ്രത്യേകത ഇവിടെ ജനവാസമില്ല എന്നുള്ളതാണ്. ഐലൻഡ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇന്ദിര ബോട്ട് സർവീസ് എടുക്കുന്നത് ആണത്രേ ബെറ്റർ. കാരണം ഇന്ദിര ബോട്ട് സർവീസിൽ വരുന്നവർക്ക് ഈ ഐലൻഡിൽ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ആ തിയേറ്റർ തുറന്നു കൊടുക്കുകയും അവിടെ കേരളത്തിൻ്റെ തനതായ പല കലാരൂപങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഐലൻഡിൽ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി പിന്നെ ബോട്ടിലേക്ക്. തിരിച്ച് ബോട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ ഒരുക്കിയിരിക്കുന്ന അടിപൊളി സദ്യ റെഡിയായിട്ടുണ്ടാവും. നേരെ പ്ലേറ്റ് എടുത്ത് പോയി ഒരു പിടി പിടിക്കാം. ചോറും സാമ്പാറും മീൻകറിയും അവിയലും തോരനും പിന്നെ നല്ല കരിമീൻ ഫ്രൈയും ഒക്കെയായി ഒരു അടിപൊളി ഫുഡ്. വിശപ്പ് കൊണ്ട് കണ്ണു കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ യാത്ര തുടരും. പിന്നീട് നേരെ കുമരകം. അവിടെ നമുക്ക് ഗോകുലം ഗ്രാൻഡ് തുടങ്ങി ഒരുപാട് റിസോർട്ടുകൾ കാണാം. റൈസ് ബോൾ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കുട്ടനാടാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. നീണ്ടു നിവർന്നു കിടന്ന കായലിൽ നിന്നും 2 സൈഡും പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒതുങ്ങിയ കായലിലൂടെ ഒരു യാത്ര. അവിടെ നിന്നും നേരെ പമ്പാ നദിയിലേക്ക്. അവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അതൊരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു. കായലിന് നടുവിലൂടെ ഉള്ള യാത്ര. ചുറ്റിനും നിറയെ ഹൗസ് ബോട്ട്സും സ്പീഡ് ബോട്ട്സും, പുറത്ത് നല്ല മഴ. ഇതൊക്കെ ആസ്വദിച്ച് തിരിച്ചു നേരെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക്. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു യാത്ര. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബോട്ടിലെ സ്റ്റാഫ്സിനെ കുറിച്ചാണ്. വളരെ വെൽക്കമിംഗ് ആയ നേച്ചറുള്ള അവർ ആണ് ഈ യാത്രയുടെ മനോഹാരിത ഇത്രയും വർദ്ധിപ്പിച്ചത്. നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ തൊട്ട് തിരിച്ച് എത്തുന്നത് വരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചും ഒട്ടും ബോറടിപ്പിക്കാതെ അവർ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴികൾ, കാണുന്ന സ്ഥലങ്ങൾ, ഹിസ്റ്ററി, സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞു തന്ന് പാട്ടുകൾ പാടിത്തന്നും ഈ യാത്രയുടെ മധുരം ഇരട്ടിയാക്കി തന്നത് അവരാണ്. പിന്നെ നല്ല സ്നാക്സും ഫുഡും ഒക്കെ തന്ന മനസ്സും വയറും ഒരുപോലെ നിറച്ച കുടുംബശ്രീ ചേച്ചിമാർ, ഇവരെയൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നിങ്ങളൊരു ബോട്ട് യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ഒട്ടും ബോറിംഗ് അല്ലാത്ത എൻ്റർടൈനിങ് ആയിട്ടുള്ള 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ യാത്ര പരിഗണിക്കാവുന്നതാണ്.
ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോയും വോയിസ് ഓവറുമാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.